ഈ ഉടായ്പൊന്നും എന്റെ അടുത്ത് നടക്കൂല അമ്പാനെ, എന്റെ അടുത്ത് നടക്കൂല. നിങ്ങൾ എവിടെ പോയി 6 മാസം എന്ന് പറയാതെ നിങ്ങളെ ഈ കുടുംബത്ത് കയറ്റുന്ന എന്റെ കൊച്ചിനെയും കാണിക്കൂല ഞാൻ. ഇറങ്ങിക്കോ എന്റെ കുടുംബത്ത്. കൊച്ചിനെ കാണിക്കുന്നില്ല? ഇല്ല. അപ്പൊ കൊച്ചിനെ എന്നെ കാണണ്ടേ? വേണ്ട. നിനക്കും എന്നെ കാണണ്ട? എന്തിന്? നിനക്കും എന്നെ വേണ്ട? വേണ്ട. അങ്ങനെയുള്ള ഒരുത്തൻ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്യാൻ. അയ്യോ സന്തോഷം. ഞാൻ ഒരു കുട്ടിയാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ ചാവണം. വേലിക്കപ്പുറത്തേക്ക് നക്കേ. വേലിക്കപ്പുറത്തേക്ക് നക്കയോ? അവിടെയൊക്കെ അത്രയും ആണുങ്ങൾ നിൽക്കണു, അത് കണ്ടില്ല. അക്കേ മാത്രം തലയിലോട്ട് എടി, നിന്റെ അഹങ്കാരം പിടിച്ച തലയിലോട്ട് ഇതെടുത്ത്. ബുദ്ധിയുള്ള ആളല്ലേ, അങ്ങ് എടുത്ത് വെച്ചാ മതി. എടി നിന്റെ തലയിലോട്ട് ഇതെടുത്ത് വെക്കാൻ അഹങ്കാരം വേണ്ട. നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, എന്താ ഐശ്വര്യത്തിന്റെ കാര്യോ? എന്നിട്ട് എന്താ നിങ്ങൾ പറഞ്ഞത്? പെണ്ണുങ്ങൾക്കാണ് അഹങ്കാരം. എനിക്കോ? എനിക്ക് എവിടെ ഇരിക്കുന്ന അഹങ്കാരം? ആണുങ്ങൾക്കാണ് അഹങ്കാരം. ആണുങ്ങൾക്ക് എവിടെയാണ് അഹങ്കാരം ഇരിക്കുന്നത്? നിങ്ങൾക്കാണ് അഹങ്കാരം. Don't touch me. ഇതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും. നിങ്ങൾ കാര്യം പറ. എടി, ശ്രീമാൻ, ശ്രീമതി, കുമാരി, കുമാരൻ, പണക്കാരി, പണക്കാരൻ, ഇല്ലേ? അതുപോലെ തന്നെയാണ് അഹങ്കാരി. അഹങ്കാരം എന്നൊരു വാക്കുണ്ടോ? അതില്ല. എന്താ ഇല്ലാത്ത? ആളുകൾക്ക് അഹങ്കാരം ഇല്ല. അതുകൊണ്ടൊന്നല്ല, നിങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളെ ഇടിച്ചു കാത്തൊന്നും വേണ്ട. ഇവിടെ ലോകത്തിലുള്ള ഒരുവിധ ആണുങ്ങളെയൊക്കെ ഞങ്ങൾ പറയുന്നത് പെണ്ണുപിടിയെന്നാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ആണ് പിടിച്ചി എന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്താണ് അസുഖം? എന്താണ് അസുഖം? പേരെന്താണ്? ഇത് സംസാരിക്കുന്ന ഡോക്ടർ ശിശുപാലൻ സാറാണ്. അതല്ല, നിങ്ങളുടെ പേര്? എന്റെ പേര് സൂര്യയാണ്. എന്താണ് അസുഖം? പറഞ്ഞോളൂ. അതെ, ഞാൻ നല്ലതാണ് കേട്ടോ നിങ്ങളുടെ അവതരണം. നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടുത്തുന്ന സാരി സൂപ്പർ ആയിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉച്ചിലല്ലേ മുടി കെട്ടി വെച്ചിരുന്നത്? അത് നന്നായിരുന്നു കേട്ടോ. പിന്നെ ഈ ഞാൻ കാര്യം പറഞ്ഞോട്ടെ? പറയാമോ? പിന്നെ ഈ നഖത്തില് ചുവന്ന കൂട്ടെക്സിന് പകരം നീല നന്നായിരിക്കും. നിങ്ങൾക്ക് നല്ല ചേരുന്നുണ്ട്. ഹലോ, ഒരു സൈഡ് ചരിയുമ്പോ ഉള്ള ആ ചിരി ഉണ്ടല്ലോ, ഹലോ, അതാണ് കിടില. ഹലോ കേട്ടാ? ഹലോ, കേക്കാമോ? കേൾക്കാം. നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഞരമ്പ് കേട്ടോ. എന്താ അച്ഛാ, എന്റെ കാറിന്റെ ടയർ പഞ്ചറായി. അച്ഛനൊന്ന് വരുമോ? മോനെ വിളിച്ചൂടെ? എന്റെ ഭർത്താവ് വിളിച്ചോ? അങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. സ്റ്റെപ്പിനില്ലേ? അവനും ഫോൺ എടുക്കണില്ല. നോക്കിന്ന് എനിക്ക് ഫോണിൽ ഒന്നും കാണാൻ പറ്റണില്ല, ഒക്കെ മങ്ങിയിട്ടാ കാണുന്നത്. 24 മണിക്കൂർ ഈ ഫോൺ കാണില്ലല്ലേ നിന്റെ പണി? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്റെ കണ്ണ് പോയിന്ന്. ഓ, ഇപ്പഴാ സമാധാനായത്. ഞാനും വിചാരിച്ച എന്റെ ഫോണ് കംപ്ലൈന്റ് ആയിന്ന്. പണിയും കഴിഞ്ഞ് രാത്രി മുറിയിലോട്ട് കേറി വരും. ഷർട്ട് ഊരി ഹാങ്കറിലിടും. കട്ടിലേ വന്നിരിക്കും. എന്നെ വിളിച്ചടുത്തിരുത്തും. എന്റെ കൈ കേറി പിടിക്കും. അന്ന് ഏതാ പണി പൈസ മൊത്തം എന്റെ കൈവെള്ളയെ വെച്ച് തരും. ജോലിക്ക് വന്നിട്ട് ഏതെങ്കിലും ആമ്പിള്ളേരടുത്ത് പിന്നെ കൊഞ്ചാനോ പുഴയാനോ സംസാരിക്കാനോ ഞാൻ പോയിട്ടുണ്ടോ? അത് പോയിട്ടില്ല. ഇല്ലല്ലോ, ഇല്ല. ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല. അതും കൂടെ മനസ്സിലാക്കണം. ഞാനേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ. അച്ഛൻ ഞാൻ നോക്കെ, എന്റെ സൗന്ദര്യം ഇതേവരെങ്കിലും ഞാൻ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഹലോ, ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന്. ഭർത്താവ് ഇവിടെ ഉണ്ടെന്ന്. അതുപോലെ ആശാനുണ്ട്. ഞാൻ പറഞ്ഞൊരു വർക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാന്ന്. രാത്രി വിളി പറയുന്ന കേക്കൂട്ട. ഇത് എന്ത് കുട്ട ഇങ്ങനെയൊക്കെ? ഇങ്ങനെ വാശി പിടിക്കുന്നേ? കുട്ട, നിനക്ക് എന്ത് പറ്റിയുടെ കുട്ട? കുട്ടി എന്തിനാ എന്നെ ഒരു ധർമ്മസംഘടത്തിലാക്കണേ? കുട്ട പറഞ്ഞ കരയുടെ കുട്ട. ഞാനല്ലേ പറഞ്ഞ 10 മണിയാവട്ടെ. കുട്ട വിളിച്ചോ? കരയുടെ കുട്ട. കുട്ട എന്റെ പൊന്നൊരു മോനെ, കരല്ലേ കരല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിനക്കിത് എന്ത് ശാന്ത? ഇത് ഒരു കാര്യം മനസ്സിലായല്ലോ. കാര്യം കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അവിടെ നിന്നാണ് എന്തടി? ചക്കക്കറിക്ക് കടു വറുക്കണോ? കടു വറുക്കണ്ടേ? കടു വറുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല, കടു വറുക്കണമെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമില്ല. ഇതിന് ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് പോയാ മതി. ഈശ്വര, ഈ ലോക ദുരന്തങ്ങളൊക്കെ എന്റെ തലയിൽ തന്നെ വന്ന് കയറണല്ലോ.